ഇപ്പോൾ CPM അനുഭവിക്കുന്നതെല്ലാം കഴിഞ്ഞ കാലത്ത് പലരോടും ചെയ്തു വെച്ച ക്രൂരതകൾക്കുള്ള ഫലമാണ്. പാർട്ടിക്കെതിരെയും നേതാക്കൾക്കെതിരെയും വിരൽ ചൂണ്ടുന്നവരെ ഇല്ലാത്ത കാരണങ്ങളുണ്ടാക്കി നാടിനു മുൻപിൽ നാണം കെടുത്തിയും നിരപരാധികളെ കൊന്നും കൊലവിളിച്ചും CPM നടത്തിയ നരനായാട്ടിന് ലഭിക്കുന്ന പ്രതിഫലം. അതുകൊണ്ട് ഇനി പിണറായിയും ഭാര്യ കമലയും മകൾ വീണ വിജയനും മുഖത്തോട് മുഖം നോക്കി കരഞ്ഞിട്ടോ മാധ്യമങ്ങളുടെയും നാട്ടുകാരുടെയും പ്രതിപക്ഷത്തിന്റെയും നെഞ്ചത്ത് കയറിയിട്ടോ കാര്യമില്ല. നിങ്ങളുടെ പാർട്ടി ചെയ്ത കൊള്ളരുതായ്മകൾക്ക് കാലം കരുതി വെച്ച കനലാണിത്. എത്ര വ്യക്തികൾക്കെതിരെയാണ് CPM പ്രവർത്തകർ അപവാദങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ളത്? സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്നും അത് നിർബാധം തുടരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഇളയ മകൾ അച്ചുമ്മനെതിരെ എന്തെല്ലാം ആരോപണങ്ങളും തരംതാണ ആക്ഷേപങ്ങളുമാണ് സൈബർ ഇടങ്ങളിലൂടെ അന്തംഗമികൾ അഴിച്ചുവിട്ടത്. അതും ഉമ്മൻചാണ്ടി മരിച്ച് 41 ദിവസം കഴിയും മുൻപായിരുന്നു എന്നോർക്കണം. പിണറായി വിജയൻ ആദ്യമായി മുഖ്യമന്ത്രി കസേരയിലെത്തിയ ശേഷമാണ് സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത്. കമ്മീഷൻ നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുക എന്ന പതിവ് തെറ്റിച്ച് വാർത്താ സമ്മേളനം വിളിച്ച് പിണറായി അതിലെ പലതും ആഘോഷിച്ചു. അതെല്ലാം ഉമ്മൻചാണ്ടിക്കെതിരെ സരിത നൽകിയ പരാതിയിലെ അധിക്ഷേപങ്ങൾ മാത്രമായിരുന്നു. പിന്നീട് ഹൈക്കോടതി ഇടപെട്ട് അതെല്ലാം നീക്കം ചെയ്തു. ശരിക്കും വ്യക്തിഹത്യയാണ് ആ റിപ്പോർട്ടിന്റെ മറവിൽ നടന്നത്. അവിടെയും തീർന്നില്ല. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിലെ മുകുന്ദപുരം മണ്ഡലത്തിൽ നിന്ന് K. കരുണാകരന്റെ മകളും കോൺഗ്രസ് നേതാവുമായ പത്മജ വേണുഗോപാൽ മത്സരിച്ച സമയത്ത് എന്തെല്ലാം അപഖ്യാതികളാണ് പ്രചരിപ്പിച്ചത്. ഇത് സംബന്ധിച്ച് ഒരു വാരിക പ്രസിദ്ധീകരിച്ച ലേഖനത്തിന്റെ കോപ്പി CPMകാർ വീടുകൾ തോറും കയറിയിറങ്ങി വിതരണവും ചെയ്തു. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണയുടെ കമ്പനി നൽകിയ ഹർജി തള്ളിയ ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ അടക്കം നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് CPMൽ പിണറായിയുടെ അപ്രമാദിത്വത്തിന് ഇടിവ് തട്ടാൻ പോകുന്നു എന്നതാണ്. രാഷ്ട്രീയ ധാർമ്മികത കണ്ടുപിടിച്ച CPMും അവർ നയിക്കുന്ന ഇടതുമുന്നണിയും ഇതുവരെ മുഖ്യമന്ത്രിയുടെ രാജിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പിണറായി വിജയന് CPM സവിശേഷ അധികാരം നൽകുകയാണ്. ഇത് എത്ര കാലം തുടരുമെന്ന് കാത്തിരുന്ന് കാണാം. ഒരുപക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും പിണറായിയുടെ അധികാര തേരോട്ടം അവസാനിച്ചേക്കാം. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക്ക് ഉന്നയിച്ച ഒരു വാദങ്ങളും നിലനിൽക്കുന്നതല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർണാടക ഹൈക്കോടതി ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതിരുന്നത്. സാധാരണ ഹർജി നൽകുമ്പോൾ ഇരുവിഭാഗത്തിന്റെയും വാദം വിശദമായി കേട്ട ശേഷമായിരിക്കും വിധി പറയുക. എന്നാൽ വീണയുടെ ഹർജിയിലെ ആരോപണങ്ങൾ വളരെ ദുർബലമായിരുന്നു. വില കൂടിയ വക്കീലിനെ ഇറക്കി പണം കളഞ്ഞത് മാത്രം മിച്ചം. ഇനിയും ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കെല്ലാം പിണറായിക്ക് ലഭിക്കാനിരിക്കുന്നു എന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് തന്നെ കേരളത്തിലെ കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലായി കഴിഞ്ഞു.